ഹായ് ഗായ്സ്, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ്സ് മീ വിഷ്ണു മോൺസ്റ്റർ. നമ്മൾ ഇന്നൊരു പുതിയ ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്കെന്താ ബ്ലോഗിലേക്ക് കിടക്കാം. ഓക്കെ, വൺ മോർ. ഇന്നത്തെ വിഭവം കൊഞ്ചും മാങ്ങായും. ചേരുവകൾ: കൊഞ്ച്, മാങ്ങ, കറിവേപ്പില, പിന്നെ തേങ്ങ തിരിങ്ങിയത് ചെറുതായിട്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചുമന്നുള്ളി, പിന്നെ ഞങ്ങൾ കാന്താരിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 8 കാന്താരി എടുത്ത്, പിന്നെ ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഞെരടി അതിനകത്തോട്ട് ചേർക്കുക. നമ്മൾ നല്ലോണം കൊണ്ട് ഞെരടുക. ഇത് കൊഞ്ചും മാങ്ങായും ചെട്ടുവളങ്ങരയിലെ കൊഞ്ചും മാങ്ങായുമാണ്. കൊഞ്ചും മാങ്ങായും ഒക്കെ വെക്കുക. ഇത് കണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കുംഭമാസത്തിൽ നമ്മളെല്ലാവരും ചെട്ടുളങ്ങരക്കാരൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും കഴിക്കും, നമ്മുടെ നാട്ടുകാരും കഴിക്കും. വേണേൽ ആലപ്പുഴ ജില്ലക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്നായിരിക്കും അല്ലേ? ആലപ്പുഴ ജില്ലക്കാർക്കെല്ലാം അറിയാം കൊഞ്ചും മാങ്ങയുടെ പ്രാധാന്യം. അതിനകത്ത് നമ്മളിവിടെ ഇത് ഇങ്ങോട്ടിട്ട് കൊടുക്കുക. അതിനകത്തിൽ കൊഞ്ചും മാങ്ങായുമാണ്. നമ്മളെല്ലാം കൂട്ടി ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഞെരടി അടുപ്പ് വെക്കണം. നന്നായിട്ട് ഞെരട്ടാണ്. എല്ലാവരും മിക്സിയിലൊക്കെ അരയ്ക്കും, അങ്ങനെയല്ല, ഇങ്ങനെ വെക്കുന്നതാണ് ടേസ്റ്റ്. കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. കൈ കൊണ്ട് നന്നായിട്ട് പീച്ചിയെടുക്കണം. അപ്പോൾ നമുക്ക് അടപ്പേ വെക്കാം. ഓക്കെ, നമ്മൾ കുഴച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ അടപ്പ വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഇറക്കുമ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മൾ അടുപ്പയിലോട്ട് വെച്ച് കഴിഞ്ഞു. ഇനി എത്ര മിനിറ്റ് എടുക്കും ചൂടാകാൻ? ഓഫ് ചെയ്യും. ഏകദേശം പറ്റാറായി കാണിക്കും. ഓക്കെ, നോക്ക് ഗൈസ്, ഏകദേശം പറ്റി വരുന്നു ഗൈസ്, പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. അമ്മ അത് എണ്ണ എടുക്കുന്നത് കണ്ട ഇരിക്കുന്ന എണ്ണയാണ്. ഇനി എണ്ണ പൊട്ടിക്കണം. എണ്ണ 1 സ്പൂൺ എണ്ണയാണ് ഗൈസ്. 1/2 സ്പൂൺ എണ്ണ. 1/2 സ്പൂൺ എണ്ണ ഒന്ന് തളിച്ച് കൊടുക്കുകയാണ്. ചുറ്റിച്ച് കൊടുത്തു റൗണ്ട് ഷേപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കരിയാപ്പല കൊണ്ടുവരുന്നു ഗൈസ്. ഇതാണ് കരിയാപ്പല ഗൈസ്. ഓൾറെഡി ഇട്ടതാണ് ഗൈസ്. എണ്ണ ഒഴിക്കുമ്പോൾ ശകലമില്ല. പച്ചക്കരിയാപ്പല ഓൾറെഡി ഇട്ടത് അതിനകത്ത് കിടന്ന് ഇതാവുമല്ലോ. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് ഇറക്കേണ്ട ടൈം ആയെന്ന് തോന്നുന്നല്ലേ? ഗ്യാസ് ഓഫ് ചെയ്ത് ഗ്യാസ് ഇനി നമ്മളിത് ഇറക്കാൻ പോകണം അടച്ച്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കഴിക്കുന്ന വിഷ്വൽസാണ് കാണാൻ പോകുന്നത്. വരൂ ഗൈസ്, നമുക്ക് കഴിക്കാം. ഓക്കെ, അമ്മയുടെ കുക്കിംഗ് കഴിഞ്ഞു, ഇനി എൻ്റെ കഴിപ്പലാണ്. അതായത് ഉച്ചഭക്ഷണത്തിന് സമയമായിട്ട് തോന്നുന്നു. നോക്കാം, നമുക്ക് 2 പിടി കഴിച്ച് നോക്കാം. ഇതാണ് സാർ കൊഞ്ച്. എല്ലാവരും കണ്ടോളൂ, ഇതാണ് കൊഞ്ച്. ഓക്കെ, കഴിച്ച് നോക്കാം. നല്ലോണം കരിയാപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 പ്രാവശ്യം കരിയാപ്പില ഇട്ടായിരുന്നു. ഇത് രാവിലത്തെ ദോശയായിരുന്നു.
ദോശയും ചോറും കൂടെ ഞാൻ ഒരുമിച്ച് കഴിക്കത്തില്ല, രണ്ടിലേതെങ്കിലും ഒന്നും കഴിക്കത്തുള്ളൂ. നല്ല കൊഞ്ച സൂപ്പർ. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയറും ചെയ്യണം. അത് മാത്രമല്ല ഒത്തിരി ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.